കാലത്തിൻ്റെ തേട്ടമനുസരിച്ചുള്ള എല്ലാ വർഗീയ വിധ്വംസക ശക്തികൾക്കെതിരെയും പോരാടാൻ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. ഈ പെരുന്നാൾ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ, ഇബ്രാഹിം നബിയെ ഓർക്കുന്ന ഘട്ടത്തിൽ, ഇപ്പൊ നമ്മുടെ കേരളം വലിയൊരു ശുഭവാർത്ത കിട്ടിയ ഒരു സന്ദർഭത്തിലാണ്. കേരളം അത്ര പെട്ടെന്നൊന്നും അങ്ങ് വർഗീയതക്ക് കീഴടങ്ങുകയില്ല. ആര് വർഗീയത പറഞ്ഞാലും അത് എത്ര വലിയ ഭൂരിപക്ഷത്തിൻ്റെ ആളുകളാണെങ്കിലും എത്ര വലിയ തമ്പുരാക്കന്മാരാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും, നല്ല മനുഷ്യരും മുഴുവനും 99.4 മനുഷ്യരും വിരലെണ്ണാവുന്നത് ഇങ്ങനെ എണ്ണി ചൂണ്ടിക്കാണിക്കാവുന്ന അപൂർവം ചില ക്ഷുദ്ര ജീവികൾ ഒഴിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രബുദ്ധരാണ്. ആ ഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി ആക്രമിക്കുമ്പോൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥന അള്ളാഹ് തട്ടുകയില്ല. അതിൻ്റെ ഫലവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ നാടിനെ നയിക്കാൻ, ഈ നാടിനെ കൊണ്ടുപോകാൻ ആരെയാണോ ഈ നാട് ഏൽപ്പിച്ചിട്ടുള്ളത് അവർക്ക് അല്ലാഹു അതിനുള്ള ആഫിയത്തും അറിവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഏൽപ്പിച്ചതല്ല, ഈ നാട് ഏൽപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ വിലക്കുകൾ അനുസരിക്കുന്ന, അതിനോട് ആദരവും ബഹുമാനവും കാണിക്കുന്ന, അവനിഷ്ടപ്പെട്ട അടിമകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും പരമകാരുണികനായ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മുന്നേ നടന്ന ബർസഖി ജീവിതത്തിലുള്ള നമ്മുടെ പലരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹപ്രവർത്തകർ, അയൽവാസികൾ, നേതാക്കന്മാർ, അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. നമ്മിൽ ധാരാളം ആളുകൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി എറണാകുളം ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. മറ്റൊരു മോന് ഒരു വാഹനാപകടത്തിൽ പരിക്ക് പറ്റി 15 വയസ്സുകാരനായ മോൻ ഇപ്പോൾ അസീസിയ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ്. അവനും ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നത് ശുഭകരമാണ്. വേറൊരു മോള് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം, നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത, കേട്ടിട്ടില്ലാത്ത വിധമുള്ള ഒരു അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നൊരു മോള്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാമിലും ആജിലുമായ ശിഫ ഷാഫിയായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ശരീരത്തിന് മരുന്നുകളോട് പ്രതികരിക്കാൻ ഉള്ള ത്വാക്കത്ത്, ശക്തി അല്ലാഹു തആല നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് രോഗത്തെ മറികടന്ന് പൂർവ്വസ്ഥിതിയിൽ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തആല അവരെയൊക്കെ തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ മില്ലത്ത് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അவ்விதം ജുമുഅയിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. എല്ലാ വിശ്വാസികളും പ്രദേശത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടണമെന്നും അവരുടെ മുമ്പിൽ ഒരു ഖുതുബ നിർവഹിക്കണമെന്നും മറ്റൊരു മതത്തിനുമില്ല. ചില ആളുകളൊക്കെ പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടില്ലേ, ഈ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച നിർബന്ധമായ ഈ ജുമുഅ ഉണ്ടല്ലോ,
അതുപോലെ ഒരു ചടങ്ങ് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ മുഖച്ഛായ മാറ്റുമായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. വേറൊരു മതത്തിനോ ഒരു ദർശനത്തിനോ ആർക്കും സംഘടിപ്പിക്കാൻ കഴിയാത്ത അത്യപൂർവമായ ഒരു സംഗമമാണ് ജുമുഅ. ജുമുഅ എന്ന് പറഞ്ഞാൽ തന്നെ സംഗമം എന്നാണല്ലോ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ നമ്മളെ പരസ്പരം അടുപ്പിക്കുന്ന, ദീനിനെക്കുറിച്ച് ബോധമുണ്ടാക്കുന്ന ജുമുഅയായി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെ വഴിയെ നടക്കുക എന്നുള്ളത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. വത്തബിഉ മില്ലത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ വഴിയെ നടക്കണം, ഇബ്രാഹിം മില്ലത്തിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞത് ഖുർആനാണ്. അപ്പോൾ പിന്നെ അതിൽ സംശയമില്ല. സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും മില്ലത്ത് ഇബ്രാഹീമിലൂടെ മാത്രമേ നടക്കാൻ പാടൂ. മറ്റൊരു വഴിയിലൂടെ അതേത് പ്രത്യയശാസ്ത്രക്കാരൻ കാണിച്ചു തന്ന വഴിയാണെങ്കിലും മില്ലത്ത് ഇബ്രാഹീം അല്ലാത്ത മറ്റൊരു വഴിയിലൂടെ അള്ളാഹുവിലും അള്ളാഹിൻ്റെ റസൂലിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും സഞ്ചരിക്കാൻ പാടില്ല. വത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇതൊക്കെ പറയാനല്ലേ കഴിയൂ? ഇത് സാധിക്കുന്നതാണോ എന്ന് ആലോചിച്ച് സംശയാലുക്കളായി ഇബ്രാഹിം മില്ലത്തിനെ മാറ്റിവെക്കുന്നവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം. ഇബ്രാഹിം മില്ലത്തിനെ ആരെങ്കിലും വെറുത്താൽ, ഇബ്രാഹിം മില്ലത്തിനെ ആരെങ്കിലും അവഗണിച്ചാൽ, ഇബ്രാഹിം മില്ലത്തിനെ ആരെങ്കിലും മാറ്റിവെച്ചാൽ, ഇബ്രാഹിം മില്ലത്ത് വിട്ട് മറ്റൊരു മില്ലത്തിൻ്റെ പിന്നാലെ ആരെങ്കിലും പോയാൽ, പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഞാൻ ഓതിയത് സൂറത്തുൽ ബഖറയുടെ 130-ാമത്തെ ആയത്താണ്. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം. ആരാണങ്ങനെ ഇബ്രാഹിം നബിയെ മില്ലത്ത് വിടുക? ഇല്ലാ മൻ സഫിഹ നഫ്സ. അവനെ സ്വയം വിളിക്കാവുന്നൊരു പേര് വിഡ്ഢി എന്നാണ്. അല്ലാഹ് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ വകയായ അർത്ഥം പറഞ്ഞതല്ല. വിഡ്ഢിത്തം പേറുന്നവനല്ലാതെ ഇബ്രാഹിം മില്ലത്ത് വിട്ട് മാറി നടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോകത്ത് അന്ത്യനാൾ വരെ പ്രായോഗികമായിട്ടുള്ള ഒരു ദർശനമാണ് ഇസ്ലാം. അത് ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർ നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്ന, പ്രയോഗവൽക്കരിച്ചു തന്ന ഒന്നാണ്. അതിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഈമാനിൻ്റെ തകരാറാണ്. അത് നമ്മൾ പുനഃപരിശോധിക്കണം. അതുകൊണ്ട് മില്ലത്ത് ഇബ്രാഹീമിലൂടെ സഞ്ചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിശ്വാസികളോടും കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി ആരാണ്? ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിക്കേണ്ടായി. ആരാണ് ഇബ്രാഹിം നബി? ഇബ്രാഹിം നബിയെക്കുറിച്ച് കൃത്യമായി വിശ്വാസികൾ പഠിക്കണം. അങ്ങകലെ ബാബിലോണിയയിൽ, ഇന്നത്തെ ഇറാഖ് അടക്കമുള്ള ബാബിലോണിയയിൽ, ഇന്നത്തെ ഇറാഖിൽപ്പെട്ട സ്ഥലമാണ്, ഊർ എന്ന പട്ടണത്തിൽ ഒരു വലിയ പുരോഹിതൻ്റെ മകനായി ജനിച്ച വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്. നമ്രൂദ് എന്ന് പറയുന്ന ഒരു വലിയ രാജാവാണ് അക്കാലത്ത് ആ നാട് ഭരിച്ചിരുന്നത്. അത് വലിയൊരു പ്രവിശ്യയായിരുന്നു. ആ ഊർ പട്ടണത്തിൽ ജനിച്ച് പിന്നീട് അങ്ങോട്ട് സംഭവബഹുലമായ ജീവിതം ലോകർക്ക് മുന്നിൽ വരച്ച് കാണിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അത് വെറുതെ പറയല്ല, തീക്ഷ്ണമായ പരീക്ഷണത്തിലൂടെയാണ്, കടുത്ത പരീക്ഷയിലൂടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം കടന്നുപോയത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. തീർച്ചയായും ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു. നമ്മൾ പറയാറില്ലേ, അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണെന്നൊക്കെ പറയാറില്ലേ? ഈ പ്രയോഗം നടത്തിയത് ഖുർആനാണ്. ആരെക്കുറിച്ചാ? ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. അദ്ദേഹം കേവലം ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്, ഒരു പ്രസ്ഥാനമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖാനിത്തൻ ലില്ലാഹ്.
അള്ളാഹുവിന് മുന്നിൽ സമ്പൂർണനായി വണങ്ങി നിന്ന അനുസരണയുള്ള അടിമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വലം യകു മിനൽ മുശ്രിക്കീൻ. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ശിർക്ക് സ്പർശിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർമ്മയില്ലേ? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്നിങ്ങനെ പറഞ്ഞിട്ട് നാം പറഞ്ഞു ഹനീഫൻ മുസ്ലിമൻ. നമുക്ക് ഹനീഫായിട്ടുള്ള മുസ്ലിമാണ്, വെറും മുസ്ലിമല്ല, കേവല മുസ്ലിം നാമധാരിയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു മുസ്ലിം മഹല്ലത്തിൽ മെമ്പർഷിപ്പ് എടുത്ത കേവല വ്യക്തിയല്ല ഞാൻ, മറിച്ച് ഞാൻ ഹനീഫ് ആയിട്ടുള്ള മുസ്ലിമാണ്. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? അതിൻ്റെ തൊട്ടടുത്ത വാക്ക് എന്താണെന്നറിയോ? നമ്മൾ പറയുന്നത് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല എന്നുകൂടി പറയുമ്പോഴാണ് ഹനീഫ് എന്നതിൻ്റെ മീനിങ് പൂർത്തിയാവുകയുള്ളൂ. ഞാൻ ഹനീഫാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു വ്യവസ്ഥ സ്വീകരിക്കുകയില്ല, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും നേരുകയില്ല, അള്ളാഹു അല്ലാത്തവരുടെ മേൽ സത്യം ചെയ്യുകയില്ല. അവിടെ തീരുന്നില്ല, അള്ളാഹു അല്ലാത്ത മറ്റൊരാളുടെയും ഒരു സൃഷ്ടിയുടെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു വ്യവസ്ഥയും ജീവിതത്തിൻ്റെ ഒരു ഇടത്തിലും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് 5 നേരം അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് കൈകെട്ടി പ്രതിജ്ഞ ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ. വമാ അന മിനൽ മുശ്രിക്കീൻ, അള്ളാഹുവേ ഞാൻ ഒരിക്കലും മുശ്രിക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്പറഞ്ഞ ഹനീഫൻ മുസ്ലിമൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മുഹാജിറായിരുന്നു. മുഹാജിർ എന്ന് പറഞ്ഞാൽ നാടും വീടും ഒക്കെ വിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് വലിയ ഒരു പലായനം നടത്തിയ വ്യക്തിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ചരിത്രത്തിൽ 14,000 കിലോമീറ്റർ ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നു എന്നാണ്. സങ്കല്പിക്കാൻ കഴിയോ നമുക്കൊക്കെ? 14,000 കിലോമീറ്റർ ഇബ്രാഹിം അലൈഹിസ്സലാം നടന്നു. ഇറാഖിൽ നിന്ന് സ്വന്തം വാപ്പയുമായി അദ്ദേഹത്തിന് പിരിയേണ്ടി വന്നു. വാപ്പാനോട് ചോദിച്ചു, കൂട്ടത്തിൽ ഇബ്രാഹിം നബി വലിയൊരു ദാഇയാണ്, ഒരു പ്രബോധകനാണ്. വാപ്പാനോട് ചോദിച്ചു, യാ അബത്തി, എൻ്റെ ഉപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, ഒന്നും കാണാനും കേൾക്കാനും ഒന്നും കഴിയാത്ത ഈ കല്ലുകൾക്ക് മുന്നിൽ എന്തിനാണ് വാപ്പ നിങ്ങൾ ഇങ്ങനെ കുമ്പിടുന്നത്? ആസർ, ഇബ്രാഹിം നബിയുടെ വാപ്പ ആസർ, അദ്ദേഹം അവിടുത്തെ നമ്രൂദ് എന്ന ഭരണാധികാരിയുടെ മന്ത്രിയാണെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അവിടുത്തെ ഒരു പ്രധാന പുരോഹിതനാണെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വിഗ്രഹ ബിസിനസ്സാണെന്ന് പറയപ്പെടുന്നു. ആ ആസറിനോട് വാപ്പാടെ മോനാണ് ഈ ചോദിക്കുന്നത്, യാ അബത്തി, എൻ്റെ പൊന്നുപ്പ. അപ്പോഴങ്ങനെയാണ്, ആ പ്രയോഗം തന്നെ അങ്ങനെയാണ്, യാ അബത്തി, എൻ്റെ പൊന്നുപ്പ, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ വഴിപ്പെടുന്നത്, നിങ്ങൾ കുനിയുന്നത്, മാ ലാ യസ്മഉ വലാ യുബ്സിർ, ഒന്നും കാണാൻ ഇവരെ കൊണ്ടാകൂല, ഒന്നും കേൾക്കാൻ ഇവരെ കൊണ്ട് സാധിക്കൂല. അങ്ങനെയുള്ള കേവല കല്ലുകൾക്ക് മുമ്പിൽ, മരക്കഷ്ണങ്ങൾക്ക് മുന്നിൽ, സൂര്യന് മുന്നിൽ, ചന്ദ്രന് മുന്നിൽ എന്തിനാണ് ഉപ്പ നിങ്ങൾ പോയിട്ട് നമസ്കരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? അവിടെ നിന്ന് തുടങ്ങി പ്രശ്നം അല്ലേ? അത് മറ്റൊരു വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പലായനം ചെയ്തു. അദ്ദേഹം ഈജിപ്ത്, സിറിയ, ഫലസ്തീൻ, മക്ക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചു. ഏകാന്ത പഥികനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു വലിയ യാത്ര തന്നെ നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് ഹിജറ? ഹിജറ ചെയ്ത ആളെന്നാണ് മുഹാജിർ എന്ന വാക്കിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഹിജറ ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ നാട് വിട്ട് അങ്ങ് യമനിലോ മറ്റോ പ്രദേശങ്ങളിൽ പോകേണ്ട ഒരാവശ്യവുമില്ല. അൽ മുഹാജിറു മൻ ഹജറ മനഹല്ല, അതാണ് മുഹാജിർ. മുഹാജിർ എന്ന് പറഞ്ഞ കാലത്തിൻ്റെ തേട്ടമനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഹിജറ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, അതങ്ങനെ തന്നെ പോകണമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഹിജറ എന്താ അറിയോ? യഥാർത്ഥത്തിൽ ഹിജറ എന്ന് പറഞ്ഞാൽ അൽ മുഹാജിറു, മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജറ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ മൻ, ഒരാളാണ്. ഹജറ, അയാൾ ഉപേക്ഷിച്ചു, അയാൾ ഒഴിവാക്കി. മാനഹല്ല, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൻ്റെ തൻ്റെ കൺമുന്നിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിലക്കുകളെ
എടുത്തു വലിച്ചെറിയാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അയാളാണ് മുഹാജിർ എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് നമുക്ക് സാധിക്കൂലേ? അതിനിപ്പോൾ നമ്മൾ സൗദിയിലോ നമ്മൾ യമനിലോ ഇറാഖിലോ ഇറാനിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ, ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഹിജറ ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുഹാജിറായിരുന്നു. അപ്പം ഇബ്രാഹിം മില്ലത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ ഒരു മുജാഹിദായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുജാഹിദാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘടനയല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനമല്ല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ പോരാളി എന്നാണ് അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളോടും പ്രതിസന്ധികളോടും സമരം ചെയ്യുന്ന വ്യക്തി എന്നാണ് മുജാഹിദ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇബ്രാഹിം അലൈഹി സ്വലാം മുജാഹിദാണ്. നമ്മളും ആരാകണം? ഇബ്രാഹിം മില്ലത്തിലുള്ള പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും മുജാഹിദുകളാവണം. പോരാടാൻ തയ്യാറാവണം. ആർക്കെതിരെ പോരാടണം? കാലത്തിന്റെ തേട്ടമനുസരിച്ചുള്ള എല്ലാ വർഗീയ വിധ്വംസക ശക്തികൾക്കെതിരെയും പോരാടാൻ നമ്മൾ പ്രതിജ്ഞ ചെയ്യണം. ഈ പെരുന്നാൾ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ, ഇബ്രാഹിം നബിയെ ഓർക്കുന്ന ഘട്ടത്തിൽ, ഇപ്പൊ നമ്മുടെ കേരളം വലിയൊരു ശുഭവാർത്ത കിട്ടിയ ഒരു സന്ദർഭത്തിലാണ്. കേരളം അത്ര പെട്ടെന്നൊന്നും അങ്ങ് വർഗീയതക്ക് കീഴടങ്ങുകയില്ല. ആര് വർഗീയത പറഞ്ഞാലും, അത് എത്ര വലിയ ഭൂരിപക്ഷത്തിൻ്റെ ആളുകളാണെങ്കിലും, എത്ര വലിയ തമ്പുരാക്കന്മാരാണെങ്കിലും, കേരളത്തിലെ ജനങ്ങൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും, നല്ല മനുഷ്യർ മുഴുവനും 99.4 മനുഷ്യരും വിരലെണ്ണാവുന്നത് ഇങ്ങനെ എണ്ണി ചൂണ്ടിക്കാണിക്കാവുന്ന അപൂർവം ചില ക്ഷുദ്ര ജീവികൾ ഒഴിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രബുദ്ധരാണ്. ആ പ്രബുദ്ധതയെ തകർക്കാൻ, അതിൻ്റെ ഇടയിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്ര ശക്തികളെ തുറന്നെതിർക്കാൻ നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മീഡിയകൾ, നമ്മുടെ പത്രങ്ങൾ അതിനുവേണ്ടി കണ്ണും കാതും തുറന്നു വെക്കേണ്ട സാഹചര്യമാണ്. ഒരു പരിധി വരെ അല്ല, വലിയ ഒരളവോളം ന്യൂനപക്ഷമായിട്ട് പോലും നമുക്കതിൽ വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു ഇനിയും മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാ ഉണ്ടായിരുന്നത്? ഒരു വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പലായനം ചെയ്യുമ്പോൾ ജ്യേഷ്ഠന്റെ മകൻ സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമും സാറാ ബീവിയും മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. പടച്ചോനെ എന്നെ കൊണ്ടാകൂല, മഹാഭൂരിപക്ഷം എനിക്കെതിരാണ്, മുഴുവൻ ആളുകളും, എൻ്റെ വാപ്പയടക്കം ഇവിടുത്തെ ഭരണാധികാരി അടക്കം മുഴുവൻ ആളുകളും എനിക്കെതിരാണ് എന്ന് പറഞ്ഞ് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം വലിച്ചെറിയുകയല്ല ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത്. ഏറ്റെടുത്തു, പോരാടി. ആർക്കെതിരെ? ഭരണകൂടത്തിനെതിരെ, നമ്രൂദിനെതിരെ. നിഷേധിക്കാൻ കഴിയും നമുക്ക്? അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യമല്ലേ? അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം മുജാഹിദാണെന്ന് പറയുമ്പോൾ എല്ലാ ഉന്മൂലന ശക്തികൾക്കെതിരെയും, അല്ലാതെ ജിഹാദ് യുദ്ധം ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല. യുദ്ധമുണ്ട്, അത് വേറെയാണ്, അതിന് പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേക്ക് യുദ്ധം എന്ന് കേട്ട് ചാടി വീഴേണ്ട ആരും. എന്നാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജിഹാദ് ചെയ്തിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതമേ ജിഹാദാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും യുദ്ധം ചെയ്തതായി ചരിത്രത്തിൽ എവിടെയും കാണുക സാധ്യമല്ല, എവിടെയുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാം ആയുധമെടുത്ത, തോക്കേന്തിയ, വാളേന്തിയ ഒരു ചരിത്രത്തിന്റെ ഒരു കഷ്ണം പോലും കാണുക സാധ്യമല്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നയിച്ച ജിഹാദ് ജീവിതം കൊണ്ടുള്ള പോരാട്ടമാണ്. അത് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് അചഞ്ചലമായി പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മനിരതനാവുകയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം. ചില ആളുകളൊക്കെ അങ്ങ് നിന്നും ഇങ്ങു നിന്നും നാനാഭാഗങ്ങളിൽ നിന്നും നിരന്തരമായി ആക്രമിക്കുമ്പോൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥന അള്ളാഹ് തട്ടുകയില്ല. അതിൻ്റെ ഫലവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊക്കെ കാണുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഈ നാടിനെ നയിക്കാൻ, ഈ നാടിനെ കൊണ്ടുപോകാൻ ആരെയാണോ ഈ നാട് ഏൽപ്പിച്ചിട്ടുള്ളത് അവർക്ക് അല്ലാഹു അതിനുള്ള ആഫിയത്തും അറിവും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഏൽപ്പിച്ചതല്ല, ഈ നാട് ഏൽപ്പിച്ചതാണ്.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ വലിയൊരു ആയുധമാണ് വിശ്വാസികളെ പ്രാർത്ഥന. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിന് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നവരല്ല ഞാനും നിങ്ങളും. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റോടേണ്ടവരുമല്ല. ചുരുങ്ങിയ പക്ഷം അല്ലാഹുവേ എൻ്റെ ഈ നിസ്കാരം സ്വീകരിക്കണേ എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ. ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ അലൈഹിമുസ്സലാത്തു വസ്സലാം രണ്ടുപേരും കഅബ മന്ദിരത്തിന്റെ അടിത്തറ പണിതുയർത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അവർ പ്രാർത്ഥിച്ചു, റബ്ബേ കഅബ പണിതിട്ട് അങ്ങ് പോവുകയല്ല ചെയ്തത്, ഒരു പണിയെടുത്താൽ ഒരു കർമ്മം ചെയ്താൽ അത് സ്വീകരിക്കാൻ റബ്ബിനോട് പറയണം. നിസ്കരിച്ചാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ദുആ ചെയ്താൽ എഴുന്നേറ്റ് ഓടലല്ല. അവർ കഅബ മന്ദിരം പണിതുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബനാ നാഥ തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റബ്ബേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഇന്നക അന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് അല്ലാഹ്, ഞങ്ങളുടെ ഈ കർമ്മത്തെ, ഈ പ്രവർത്തനത്തെ, ഈ അമലിനെ സ്വീകരിക്കണേ റബ്ബേ എന്ന് ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ അവർ പ്രാർത്ഥിച്ചു, റബ്ബനാ, ഞങ്ങളുടെ നാഥാ വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങൾ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഓർമ്മയില്ലേ? ഞങ്ങൾ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ സന്താന പരമ്പരയിലും നിന്നെ അനുസരിക്കുന്ന, നിനക്ക് വഴിപ്പെടുന്ന മുസ്ലിങ്ങളായ ആളുകളെ ഉണ്ടാക്കണേ അല്ലാഹ്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ? കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഇബ്രാഹിം നബിയുടെ മറ്റൊരു ദുആയാണ്, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. 5 നേരം നിസ്കരിക്കാൻ ആഫിയത്തുണ്ടായിട്ട്, ആരോഗ്യമുണ്ടായിട്ട്, ഒന്ന് പള്ളിയിലേക്ക് ഓടി വരാൻ, ഹയ്യ അലസ് സ്വലാ എന്ന് വിളിക്കുമ്പോൾ ഒന്ന് പള്ളിയിലേക്ക് വരാൻ മനസ്സില്ലാത്തവരാണോ നമ്മള്? അല്ലാഹു റബ്ബി വജഅൽനി മുഖീമസ്സലാ, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്ന ഒരാളാക്കണേ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാക്കണേ. വമിൻ ദുർരിയതി, എൻ്റെ മക്കളിലും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടെ ദുആയിൽ പ്രത്യേകിച്ച് മക്കൾ കടന്നു വരണം. ഇന്നിപ്പോൾ കുട്ടികൾക്ക് SSLC റിസൾട്ട് വരുന്ന ദിവസമാണ്. എൻ്റെ രക്ഷിതാക്കളോട് പ്രത്യേകം ഞാൻ വസിയത്ത് ചെയ്യുന്ന, റിസൾട്ട് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കെങ്ങാനും കുട്ടികൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവരെ നോവിക്കരുത്, ഒരു നോട്ടം കൊണ്ട് പോലും നോവിക്കരുത്. എല്ലാവർക്കും ഒരേ കഴിവൊന്നും പടച്ചോൻ കൊടുത്തിട്ടില്ല. ആ മാർക്ക് കുറഞ്ഞ കുട്ടി ഒരുപക്ഷെ വേറെ ഏതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിക്കാം, അവൻ നല്ലൊരു പ്ലെയർ ആയിരിക്കാം. അത് മോശമാണോ? നല്ലൊരു വരുമാന മാർഗമാണ് നല്ലൊരു പ്ലെയർ ആകുക എന്നുള്ളത്. അവൻ വേറെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ അവന് കഴിവുണ്ടാകാം. ഒരേ അളവിൽ കുട്ടികളെ കാണരുത്. ഈ A+ കിട്ടിയവർക്കൊക്കെ നമ്മൾ അവരെ അഭിനന്ദിക്കാറുണ്ട്, ട്രോഫിയൊക്കെ കൊടുക്കാറില്ലേ? നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാ കുട്ടികളും ഒരേ അളവിൽ A+ നേടിക്കൊള്ളണമെന്നില്ല. ബുദ്ധിയിലും കഴിവിൻ്റെ പഠനത്തിൻ്റെ സാഹചര്യത്തിലും വളരെ പുറകിലായിട്ട് പോലും 8 A+ നേടിയ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവനാണ് വിജയിച്ചത്, അങ്ങനെയും കാണാം. അതുകൊണ്ട് A+ നേടിയ കുട്ടികളെ ആദരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാരണത്താൽ ആ തലത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത കുട്ടികളെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സമീപനങ്ങൾ കൊണ്ടോ നോവിച്ച് അവരെ മനസ്സിൽ തീവാരി ഇടരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുട്ടികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ഇന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുള്ളത് കൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഈ വിഷയം കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ആ റിസൾട്ടൊക്കെ വരികയാണല്ലോ. ഇപ്പോൾ +2ൻ്റെ റിസൾട്ടായി, 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടായി. ഇത് കഴിയുമ്പോൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ തലേ ദിവസം പറയേണ്ട കാര്യമല്ലേ, ഇപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ മക്കൾ നാളെ ദീനിനെ നയിക്കാൻ പ്രാപ്തരാകുന്ന വിധത്തിൽ ദീനീ കലാലയങ്ങളിൽ പഠിക്കാൻ മിടുക്കരായ കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകണം, നമ്മുടെ മഹലിൽ നിന്നുണ്ടാകണം. ഒരു കാര്യം നിങ്ങൾ വരയിട്ടോ കോറിയിട്ടോ
അണ്ടർലൈൻ ചെയ്തോ, ഉറപ്പിച്ചോളൂ. ദീനീ മാർഗത്തിൽ ദീനീ പഠനത്തിന് വേണ്ടി നിപുണരായ മക്കളെ നമ്മൾ പറഞ്ഞേച്ചാൽ അതിൻ്റെ പേരിൽ ഇഹത്തിലും പരത്തിലും നമ്മൾ ദുഃഖിക്കേണ്ടി വരൂല. ഉറപ്പാണ്. സങ്കടപ്പെടേണ്ടി വരൂല. പഠിച്ചവൻ എൻ്റെ കുട്ടിക്ക് ഭാവി ഇല്ലാതാകൂലേ, എൻ്റെ കുട്ടിക്ക് ഒന്നും ഇല്ലാതാകൂലേ എന്ന ഒരു വിചാരമേ വേണ്ട. ദീനീ പഠനത്തിന് വേണ്ടിയും ദീനീ മാർഗത്തിൽ മഹല്ലത്തുകൾ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ഒഴിഞ്ഞിടുകയാണെങ്കിൽ ഉറപ്പായും അല്ലാഹു നോക്കിക്കോളും എന്ന് ഈ ഖുതുബയിലൂടെ എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇബ്രാഹിം അലൈഹിസ്സലാം കറകളഞ്ഞ മുവഹിദാണ്. ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെതല്ലാത്ത ഒന്നും ജീവിതത്തിൻ്റെ ഒരു മൂലയിലും സ്വീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുക്കമല്ല. അങ്ങനെ മുറുകെ പിടിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത് ത്യാഗത്തിനും തയ്യാറായിരുന്നു, ഏത് പരീക്ഷണത്തിനും തയ്യാറായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടത്തിലേക്ക് വരെ എറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആ ഘട്ടത്തിൽ തീക്കുണ്ടം തയ്യാറാക്കി ഇബ്രാഹിം അലൈഹി സ്വലാമിനെ ബന്ധിച്ച് കെട്ടി ബന്ധസ്ഥനാക്കി ചങ്ങലക്കിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ നമ്രൂദിന്റെ പട്ടാളം ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എൻ്റെ പ്രിയമുള്ള മോമിനീങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു ഉണ്ടാവുള്ളൂ നമുക്ക്. ഹസ്ബി അല്ലാഹ്, എനിക്കെൻ്റെ അല്ല മതി, എനിക്കെൻ്റെ റബ്ബ് മതി. വ നിഅമൽ വക്കീൽ, അവനാണ് ഏറ്റവും നല്ല വക്കീല്, അവനാണ് ഏറ്റവും നല്ല വക്കീല്. കാര്യമേൽപ്പിക്കാൻ, ഉത്തരവാദിത്തമേൽപ്പിക്കാൻ, എൻ്റെ കേസ് ഏറ്റെടുക്കാൻ ഏറ്റവും പ്രാപ്തനായവൻ അള്ളാഹുവാണ്. അള്ളാഹുവാണ് വക്കീൽ എന്ന ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സംഗതിയും പിന്നെ എന്താ പറയുക, നമ്മുടെ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തം ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ അതോടൊപ്പം നാടിനെ കുറിച്ച് വലിയൊരു കിനാവ് ഇബ്രാഹിം അലൈഹി സ്വലാമിനുണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ജ്അൽ ഹാദാ ബലദൻ ആമിന, റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന. രണ്ട് രീതിയിലും പ്രാർത്ഥന വന്നിട്ടുണ്ട്. അള്ളാഹുവേ, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണേന്ന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലും ആഗ്രഹിച്ചിട്ടില്ലേ? നമ്മൾ ആഗ്രഹിക്കണ്ടേ? നമ്മൾ പണിയെടുക്കണ്ടേ? നമ്മുടെ വോട്ടവകാശം, നമ്മുടെ സമ്മതിദാനാവകാശം നമുക്ക് വേണ്ടിയാണോ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അല്ല, അത് നാടിന് വേണ്ടിയാകണം. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ് റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന. അല്ലാഹുവിന്റെ ഈ നാട് നിർഭയത്തുണ്ടാകണം. ആർക്കും ആരെയും ഭയപ്പെടാൻ പാടില്ല. കേരളം ഒരു തുരുത്തു മാത്രമാണ് മോമിനികളെ. കേരളമല്ല ഇന്ത്യ, കേരളമല്ല ഇന്ത്യ. അത് ഇന്ത്യയിലെ ഒരു മതേതരത്വത്തിന്റെ ഒരു തുരുത്തു മാത്രമാണ് കേരളം. അപ്പുറത്തേക്ക് പോയാൽ ബംഗാളിൽ എന്താ അവസ്ഥ, ബീഹാറിൽ എന്താ അവസ്ഥ, യു പിയിൽ എന്താ അവസ്ഥ? ഇപ്പൊ ബംഗാളില് റേഷൻ കാർഡിൽ പൗരത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റപ്പെട്ടവർ 90 ലക്ഷം മനുഷ്യരാണ്. 90 ലക്ഷം മനുഷ്യർ. നിയമ പോരാട്ടത്തിലൂടെ ഏതാനും ചില ആയിരങ്ങൾ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. ഇപ്പൊ പറയുന്നു വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്കും റേഷൻ കാർഡ് ഉണ്ടാവുകയില്ല. ഇത് പറയുന്നത് നമ്മുടെ രാജ്യത്താണ്. അപ്പൊ നമ്മൾ വെറും ദിക്റും സ്വലാത്തും ചൊല്ലി ഇരുന്നാൽ മതിയോ? ഈ രാജ്യത്ത് അമ്നുണ്ടാകണ്ടേ? ഈ രാജ്യത്ത് ചില വർഗീയ ശക്തികൾ നിറഞ്ഞാടുമ്പോൾ നമ്മളങ്ങനെ ഉൾവലിഞ്ഞ് നമ്മൾ ഓരോരുത്തരും അവനവന്റെ കാര്യം നോക്കുന്നതിനപ്പുറം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടക്കം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൃത്യമായി ഉപയോഗപ്പെടുത്തണം. എന്തിന്? നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല. ഈ നാട് നിലനിൽക്കണം. അത് ഇബ്രാഹിം നബിയുടെ കൂടി പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി ജീവിച്ച നാടിന് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, അള്ളാഹ് സ്വീകരിച്ചു. ഇന്നും ലോകത്ത് അമ്നുള്ള നിർഭയത്വമുള്ള നമ്പർ 1 രാജ്യം അതന്നെയാണ്. വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹുവേ, നിർഭയത്വമുള്ള ഈ നാട് കൊണ്ട് സത്യം ഇല്ലേ? ഏതാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മക്കയിൽ ഭൂജാതനായപ്പോൾ, നബുവത്ത് കിട്ടി പ്രവാചകനായി വളർന്നു വന്നപ്പോൾ ആ റസൂലിനെ ഇറങ്ങിയ ഖുർആനിലെ ആയത്തിൽ ഒന്നാണ് വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. സുപ്രധാനമായ ചരിത്രത്തിലെ സുപ്രധാനമായ 4 കാര്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നബിയെ, വത്തീനി അത്തിമരമാണ് സത്യം, അതിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അത്തിക്ക്
സൈത്തൂൻ ഒലീവിനും വലിയ പ്രാധാന്യമുണ്ട്. വതൂരി സീനീൻ, സീനാ പർവ്വതത്തിനും ചരിത്രത്തിൽ വലിയ ഇടമുണ്ട്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള സമാധാനം കളിയാടുന്ന ഈ നാടാണ് സത്യം നബിയെ. അത് വേറെ വിഷയമാണ്. ഏതായാലും ലോകത്ത് ഏറ്റവും നിർഭയത്വമുള്ള നാട് ഇന്നും അത് ആ നാട് തന്നെയാണ്, ഒരു സംശയം അതിലില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദുആ അല്ലാഹ് സ്വീകരിച്ചു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, ഇബ്രാഹിം അലൈഹി ഇസ്ലാം പണിയെടുത്തു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നു, ഇബ്രാഹിം മില്ലത്ത് തന്നെയാണ് ഏറ്റവും ശരിയായ മില്ലത്ത്. അത് പ്രായോഗികമാണ്. ആ നിലക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉളുഹിയത്ത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. അതൊരു പ്രതീകാത്മകമായ സമർപ്പണമാണ്. എൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന പ്രതീകാത്മകമായ വലിയ ഒരു ബലികർമ്മമാണ്. എല്ലാ ആളുകളും എന്ന് പറയുമ്പോൾ അതിന് വലിയ സമ്പന്നരൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണക്കാർ പോലും അതിൽ ഭാഗവാക്കാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ, ഇബ്രാഹിം മില്ലത്ത് യഥാർത്ഥ രൂപത്തിൽ, യഥാർത്ഥ കൈഫിയത്തിൽ മനസ്സിലാക്കിയും അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അതിനുള്ള വിവരം അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിനുള്ള ഹൃദയ വിശാലത അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിനുള്ള മനസ്സിൻ്റെ വെളിച്ചവും തെളിച്ചവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.